Can you tell me about something about good about the university? അതായത് ഇപ്പൊ എല്ലാരും പറഞ്ഞ പോലെ തന്നെ അതായത് ശരിക്കും പറഞ്ഞാൽ ടിബിലിസിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ് TSME എന്ന് പറയുന്നത്. അതായത് ആ ഒരു ലെഗസി ഉണ്ട്. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഓൺ 1918 ആൻഡ് ഭയങ്കര എന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഒരു ഫീല് വരും നമ്മൾ ഇവിടെ വരുമ്പോൾ ഒരു മെഡ് സ്കൂളിലാണെന്നുള്ള ഒരു ഫീല് വരും. ലൈക്ക് ക്ലാസ്സസ് എല്ലാം നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് രീതിയിൽ ഒക്കെ തന്നെയാണ് നടന്നു പോകുന്നത്. And anything bad about the university? അങ്ങനെ ലൈക്ക് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഹാർഡ് ബട്ട് സ്റ്റിൽ ഇറ്റ്സ് സ്ട്രിക്ട്. മെഡിസിൻ കോഴ്സ് ആണല്ലോ, സോ ഒബ്വിയസ്ലി അത് ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ളതും ഇച്ചിരി ഒരു ടഫ് സ്റ്റെപ്പാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു പാട് മാത്രമേ ഉള്ളൂ. അതാണ് ഒരു ബാഡ് ആയിട്ടുള്ള ഒരു സംഭവം. So actually in India there is a view that it is very easy to pass outside the country. Is it true, do you think, in any ways? നോ, ഡെഫിനറ്റ്ലി നോട്ട്. ലൈക്ക് ഇന്ത്യയിൽ ആക്ച്വലി കുറച്ചുകൂടെ ഹെക്ടിക് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ആണെന്നുണ്ടെങ്കിലും നമുക്കും എന്നുവെച്ചാൽ നമ്മളും പഠിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ അതെങ്ങനെയാ പറയുക, ഇപ്പോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്കും എക്സാംസ് ഭയങ്കര ടഫ് ആയിട്ടുള്ള എക്സാംസ് ആണ്. ഒബ്വിയസ്ലി ലാംഗ്വേജിന്റെ ഒരു ബാരിയർ കാണും ചില പ്രൊഫസേഴ്സുമായിട്ട്. വി ആർ ഓൾസോ studying the same thing. So Yeah, the thing is that the teachers are speaking with you in English, right? The course is in English, right? yes. It is not in Georgian. No. So Georgian is a subject which you have to know to stay in this country, right? അതെ. Okay. And what about the subjects? You think that it's just like India? നോ, എനിക്ക് തോന്നുന്നത് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്നാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും അങ്ങനെയുള്ള സബ്ജക്ട്സ് അടക്കമുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, അനാട്ടമി ആൻഡ് ജോർജിയൻ ആൻഡ് പിന്നെ ലാറ്റിനും ഉണ്ട്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ മെഡിക്കൽ ടേംസ് ആർ ഫ്രം ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ. സോ അങ്ങനെ അതൊക്കെയാണ് സബ്ജക്ട്സ്. And what about the faculty? They are helpful? അതെ, തീർച്ചയായിട്ടും ഫാക്കൽറ്റീസ് നല്ല ഹെൽപ്ഫുൾ ആണ്. കാരണം ഇപ്പൊ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചെന്ന് ചോദിക്കാം. അതായത് നമ്മളിപ്പോ ഈവൻ ലാംഗ്വേജ് ബാരിയർ ഉണ്ടെങ്കിൽ പോലും അത് ചില ഒരു സമയത്ത് മാത്രമേ നമുക്കത് ഫീൽ ചെയ്യുള്ളൂ. മോസ്റ്റ് ഓഫ് ദി ടൈം നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. I don't think teachers are rude. നോ, They're helpful, right? അതെ ഹെൽപ്പ്. Okay. And what about the country? ആക്ച്വലി ജോർജിയ ഇന്ത്യയുടെ അത്ര ഡൈവേഴ്സ് അല്ലെങ്കിലും ജോർജിയ ഈസ് ഓൾസോ കൈൻഡ് ഓഫ് ഡൈവേഴ്സ്. ആൻഡ് ലൈക്ക് നമ്മളിപ്പോ അത് പറയാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് നമുക്കൊരു കൾച്ചറൽ എക്സ്പോഷർ കിട്ടും. കാരണം നമ്മൾ വേറൊരു രാജ്യത്താണെന്നുള്ളത്. ഇപ്പൊ ഈവൻ ഐ ഹാവ് മെഡ് ഫ്രണ്ട്സ് വിത്ത് ആൻ ഈജിപ്ഷ്യൻ ഓർ നൈജീരിയൻ. സോ നമുക്ക് അങ്ങനെ ഒരു കൾച്ചറൽ എക്സ്പോഷർ കിട്ടും. ആൻഡ് ഒരുപാട് ഇപ്പൊ വെതർ ആണെങ്കിലും എല്ലാം നമ്മളൊരു യൂറോപ്പ് ടച്ച് ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് വന്ന പോലെ ഉണ്ട്. ഇതാണ് കൺഫ്യൂഷൻ. And what about the climate? ക്ലൈമറ്റ് ആക്ച്വലി ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ആണ്. എന്നുവെച്ചാൽ നോട്ട് സോ കോൾഡ് ബട്ട് നോട്ട് സോ ഹോട്ട്, അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഇപ്പൊ ഒരു വെയിലുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു തണുത്ത കാറ്റ് ഫീൽ ചെയ്യും, ദാറ്റ് ബ്രീസ്. And what about the hostel? ഹോസ്റ്റൽ ഞാൻ ആക്ച്വലി സ്റ്റേ ചെയ്യുന്ന ഇന്ത്യൻ ഹോസ്റ്റലിലാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഫുഡിനോ അല്ലെങ്കിൽ ഇപ്പോൾ എന്റെ റൂംമേറ്റ്സ് ആയിട്ടുള്ളവരും എല്ലാം നാട്ടിൽ നിന്ന് തന്നെ വന്നവരാ. സോ നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ പഠിക്കാനാണെന്നുണ്ടെങ്കിലും ഒരുമിച്ചിരുന്നായിരിക്കും പഠിക്കുന്നത്. ഈവൻ ഫുഡിനാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എല്ലാം നമ്മുടെ നാട്ടിലാന്നുള്ള ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടും. So you feel like home? Yeah. Away from home, right? Yeah, home away from home. Thank you for your time. Bye bye. Have a nice day.